ഒരു മകനോടൊപ്പം പകലന്തിയോളം സഞ്ചരിച്ച് അനിവാര്യമായ എല്ലാ സങ്കടങ്ങളും അനുഭവിച്ച ഒരമ്മയാണ് നമ്മുടെ പരിശുദ്ധ കന്യകാമറിയം. മകൻ ഈ ലോകത്തിന് വേണ്ടി ഇറങ്ങിപ്പോയി, ഒടുവിൽ കുരിശിൽ മരിച്ചു. ആ മൃതശരീരം മടിയിൽ ഏറ്റുവാങ്ങി കിടക്കുമ്പോഴും ഈ യേശുക്രിസ്തുവിനോടൊപ്പം ഈ അമ്മ നമ്മളെയും സ്വന്തം മക്കളായി കരുതി. ഒപ്പം ഈ അമ്മ എന്നും വിവാദ വിഷയവുമാണ്. ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയേണ്ട അമ്മ. നമുക്ക് ആ അമ്മയോടുള്ളൊരു സ്നേഹത്തോടെ ചില ചോദ്യങ്ങളും ഉത്തരവുമായിട്ട് അല്പനേരം ചെലവഴിക്കാം. പൊതുവെ എല്ലാവരും ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ് മാതാവിന്റെ മധ്യസ്ഥതയെക്കുറിച്ച്. വാസ്തവത്തിൽ അങ്ങനെ ഒരു മധ്യസ്ഥതയ്ക്ക് എന്തർത്ഥമാണുള്ളത്? കാരണം യേശു തന്നെ ഏക മധ്യസ്ഥനാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. നമ്മുടെ ഈ കൊച്ചു വർത്താനങ്ങളുടെ ഉദ്ദേശം പരമാവധി നമുക്ക് കാര്യങ്ങളെക്കുറിച്ചൊന്ന് വ്യക്തത വരുത്തി പോകാനാണ്. ഇപ്പൊ ഈ ചോദ്യത്തിൽ നമ്മൾ ചോദിച്ചതുപോലെ ഈയിടെയായിട്ട് ഇങ്ങനെ കറങ്ങി നിൽക്കുന്ന ഒരു ചിന്ത മാതാവിനോട് പ്രാർത്ഥിക്കുന്നത്, മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുന്നതിനകത്ത് എന്തെങ്കിലും അപാകത ഉണ്ടോ എന്നുള്ളതാണ്. കാരണം ബൈബിളിൽ തന്നെ പറയുന്നുണ്ടല്ലോ യേശു ക്രിസ്തു ഏക മധ്യസ്ഥനാണ്. ഇതൊന്ന് കമ്പൈൻ ചെയ്ത് ചിന്തിക്കാം. നമുക്ക് അധികം താത്വികമായൊന്നും പോകേണ്ട കാര്യമില്ല, വളരെ ലളിതമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കാം. ഇപ്പം മാതാവ് എന്ന് പറയുന്ന മറ്റൊരാൾ, യേശു ക്രിസ്തു അല്ലാത്ത മറ്റൊരാളോട് എന്ന് നമുക്ക് ചിന്തിക്കാം. ആദ്യം മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥന ആവശ്യപ്പെടുന്നതിൻ്റെ കാര്യമാണ്. ഒന്ന് വെറുതെ ചിന്തിച്ചാൽ നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരോട് ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ടോ? ഉണ്ടാവുമല്ലോ. വീട്ടിലൊരു പ്രശ്നമുണ്ടടാ, ആരിത്തിരി ബുദ്ധിമുട്ടുണ്ട്, നീ ഒന്ന് പ്രാർത്ഥിക്കണേ. പള്ളിയിൽ പോകുമ്പം കുർബാനയിൽ ഓർക്കണേ. നമ്മുടെ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഒരു അല്പസ്വല്പമൊക്കെ പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടുകാരനോ കൂട്ടുകാരിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും പ്രാർത്ഥിക്കണേ എന്ന് പറയും, അല്ലേ? അതിലെന്തെങ്കിലും തെറ്റുണ്ടോ എന്ന് ആദ്യമായിട്ട് ചിന്തിക്കേണ്ടത്. നമ്മുടെ കൂടെ ഉള്ള ഒരാളോട് ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നതിൽ എന്ത് തെറ്റാവുള്ളത്? ഇനി കുറച്ചുകൂടെ ഒന്ന് കടന്ന് ചിന്തിച്ചാൽ നമ്മൾ പള്ളിയിൽ അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും നമ്മുടെ ആവശ്യങ്ങൾ പറഞ്ഞ് പ്രാർത്ഥിക്കണേ എന്ന് പറയും. കാരണം നമുക്കൊരു അവരെക്കുറിച്ചൊരു കോൺഫിഡൻസ് ഉണ്ട്. എന്താണ്? ഇവര് ദൈവിക ശുശ്രൂഷയുമായിട്ട് ധ്യാനവും പ്രാർത്ഥനയൊക്കെ ആയിട്ട് കർത്താവിനോട് കുറച്ചും കൂടെ മാനസികമായി അടുത്ത് നിൽക്കുന്നു. അവരെപ്പോഴും പ്രാർത്ഥനയ്ക്ക് സമയം ചെലവഴിക്കുന്നു. അവർ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് വൈദികരും സന്യസ്തരുമൊക്കെ ആയി ജീവിക്കുന്നു. അതുകൊണ്ട് ഇവരോടൊന്ന് പ്രാർത്ഥന സഹായം ആവശ്യപ്പെടണം എന്ന് നമുക്ക് തോന്നാറുണ്ട്. അതിനകത്തും എന്തെങ്കിലും തെറ്റുണ്ടോ? ഒന്ന് പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നതിൽ ഇല്ല. ഇനി ഈ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് മാതാവിനെ കുറിച്ച് ചിന്തിച്ചാൽ മതി. ഇപ്പം മറ്റൊരാളോട് പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് സ്വാഭാവികമായിട്ട് നമ്മൾ എല്ലാ കാര്യങ്ങൾക്കും ഒരു മീഡിയേഷൻ എല്ലാവരോടും ചോദിക്കാറുണ്ട്. അതുപോലെ പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുന്നു. ഇനി എന്തുകൊണ്ട് മാതാവിനോടുള്ള മാധ്യസ്ഥം എന്ന് ചിന്തിച്ചാൽ, യേശുവിനോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ അതിന് ഒരൊറ്റ ഉത്തരവേ ഉള്ളൂ: പരിശുദ്ധ കന്യകാമറിയം, മാതാവ്. അപ്പൊ അത്രമാത്രം അടുത്ത് നിൽക്കുന്ന വ്യക്തിയോട് നമ്മൾ മാധ്യസ്ഥം ചോദിച്ച് പ്രാർത്ഥിക്കുന്നു. അത് ലോജിക്കലി ചിന്തിക്കുമ്പം അതിനകത്ത് യാതൊരു കംപ്ലൈൻറ്റും ഇല്ല. ഇനി അല്പം കൂടെ ബൈബിളിൽ നിന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകുന്ന ചില കാര്യങ്ങളുണ്ട്. ഒന്ന് നമ്മൾ ഈ പറഞ്ഞത് തന്നെ ബൈബിളിലൂടെ നോക്കിയാലും യേശു ക്രിസ്തുവിനോട് ഏറ്റവും അഗാധമായി ബന്ധത്തിൽ നിൽക്കുന്ന ആരായിരിക്കും? ഒരു അമ്മയും മകനും എന്ന നിലയ്ക്ക് അത്രയ്ക്കൊരു സ്നേഹബന്ധത്തിൽ നിൽക്കുന്ന, അത്രയ്ക്ക് ദൈവത്തോട് അടുത്ത് നിൽക്കുന്ന ഒരാളോട് നമ്മൾ മാധ്യസ്ഥ യാചിച്ച് പ്രാർത്ഥിക്കുന്നു. ഇനി ബൈബിളിൽ തന്നെ കുറെ ഉദാഹരണങ്ങൾ അതിനുണ്ടല്ലേ. കാനായിലെ കല്യാണവേളയിൽ അവിടെ ബൈബിൾ എഴുതിയിരിക്കുന്ന യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു, യേശുവും ശിഷ്യന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഒരു പ്രശ്നം ഉണ്ടായി. അവിടെ വീഞ്ഞ് തീർന്നു പോയി.
അതൊരു വലിയൊരു വിഷയമാണ്. കല്യാണ വീട്ടിൽ ആൾക്കാർ ഒരുപാട് ഇരിക്കുന്നു. അവരുടെ ആ പ്രശ്നത്തിലേക്ക് മാതാവ് ഇറങ്ങിച്ചെല്ലുന്നു. എന്നിട്ട് പറയുന്നു, മോനെ, അവർക്ക് വീഞ്ഞില്ല. അവിടെ ഒരു മീഡിയേഷൻ, ഒരു മാധ്യസ്ഥം നിൽക്കുകയാണ്. യേശുക്രിസ്തുവിനും ആ കല്യാണ വീട്ടിൽ കൂടിയ ആൾക്കാർക്കും മധ്യേ ഒരു മാധ്യസ്ഥം അങ്ങനെ നിൽക്കുകയാണ്. അപ്പൊ ബൈബിളിലൂടെ ചിന്തിക്കുമ്പോഴും ആ മാധ്യസ്ഥത്തിന്റെ ഫലം കാണുന്നതായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ജീവിതത്തിന്റെ പല കാര്യങ്ങൾക്കും മാതാവ് മാധ്യസ്ഥം വഹിക്കുന്നു. ഇപ്പൊ ചുരുക്കത്തിൽ ചിന്തിച്ചാൽ നമ്മളെപ്പോഴും സാധാരണഗതിയിൽ ചിന്തിക്കാറുള്ളൊരു കാര്യം തന്നെയാണിത്, ചെയ്യാറുള്ള കാര്യം തന്നെയാണ്. അത് മാതാവിനോട് മാധ്യസ്ഥം അപേക്ഷിക്കുമ്പോൾ അതിന് കൂടുതൽ അർത്ഥമുണ്ട്. കാരണം യേശു ക്രിസ്തുവുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തി. രണ്ടാമത്, ബൈബിളിൽ നോക്കുമ്പോൾ അങ്ങനത്തെ മാധ്യസ്ഥത്തിന്റെ സഹായത്തോടുകൂടെ പലരെയും അനുഗ്രഹിക്കുന്ന അമ്മ. അപ്പോൾ ഒരു ചെറിയ പ്രശ്നം ഈ ചോദ്യത്തിൽ ആദ്യത്തെ വരിയാണ്, അല്ലെങ്കിൽ അതിലെ ഏറ്റവും കാതലായ കാര്യമാണ്. യേശു ക്രിസ്തു ഏക മധ്യസ്ഥൻ എന്ന് ബൈബിളിൽ പറയുന്നുണ്ടല്ലോ. അതാണ് നമുക്ക് വിഷയമായി മാറുന്നത്. അപ്പൊ തീർച്ചയാണ് യേശു ക്രിസ്തു തന്നെയാണ് ഏക മധ്യസ്ഥൻ. അപ്പൊ പിന്നെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നത് എങ്ങനെ തെറ്റാവും? അതിന്റെ കാരണം കൊണ്ട് അതിന്റെ അർത്ഥം ഇതാണ്: യേശു ക്രിസ്തുവിനെ മാറ്റിവെച്ചുകൊണ്ട് മാതാവിനോടുള്ള പ്രാർത്ഥനകൾക്ക് അർത്ഥമില്ല. യേശു ക്രിസ്തുവിന്റെ സ്ഥാനത്ത് മാതാവിനെ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ റൂട്ട് തെറ്റിപ്പോകുന്നു. കാനായിലെ കല്യാണത്തിൽ എന്താണ് സംഭവിക്കുന്നത്? യേശു ക്രിസ്തു എനിക്ക് സമയമായിട്ടില്ലെന്ന് പറയുമ്പോൾ, നിനക്ക് സമയമായിട്ടില്ലെങ്കിൽ ഞാൻ ചെയ്തോളാം എന്നൊരമ്മയല്ല കാണുന്നത്. അല്ലെങ്കിൽ യേശുക്രിസ്തു സമയമായിട്ടില്ലെന്ന് പറയുമ്പോൾ ആൾക്കാർ മറിയത്തിന്റെ പുറകെ പോവുകയും യേശുക്രിസ്തു സൈഡ് ലൈൻ ചെയ്യപ്പെടുകയും മറിയം ദൈവപുത്രനേക്കാൾ വലിയൊരാളായിട്ട് സമൂഹത്തിൽ അവതരിപ്പിക്കപ്പെടുകയും അല്ല ചെയ്യുന്നത്. അതുപോലെ യേശുക്രിസ്തുവിനെ അപ്രസക്തമാക്കിക്കൊണ്ട് മറിയത്തോടുള്ള പ്രാർത്ഥനകൾക്ക് അർത്ഥമില്ല. അതാണ് നമ്മൾ യേശുക്രിസ്തു ഏക മധ്യസ്ഥൻ എന്ന് പറയുമ്പോൾ മനസ്സിലാക്കുന്നത്. ആരൊക്കെ ആരോടൊക്കെ പ്രാർത്ഥിച്ചാലും ഇത് യേശുക്രിസ്തു നമുക്ക് വേണ്ടി നൽകിയ ജീവിതത്തിന്റെയും ജീവന്റെയും മരണത്തിന്റെയും ഉത്ഥാനത്തിന്റെയും ഒക്കെ കൃപയിലൂടെയാണ് ഈ പ്രാർത്ഥനകൾ സ്വീകാര്യമാകുന്നതും അതിനർത്ഥമുണ്ടാകും. അതിന്റെ അർത്ഥം നമ്മൾ ആരോടും പ്രാർത്ഥന ആവശ്യപ്പെടരുതെന്നോ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് മറിയത്തിനോട് പ്രാർത്ഥന ആവശ്യപ്പെടേണ്ട കാര്യമില്ലെന്നോ, ആ മധ്യസ്ഥത്തിന്റെ കാര്യമില്ലെന്നോ അല്ല. തീർച്ചയായും ഉണ്ട്. പക്ഷേ യേശുക്രിസ്തുവിനെ മാറ്റിവെച്ചുള്ള മാധ്യസ്ഥമില്ല. ഒരുപക്ഷെ ചില ആൾക്കാർ അങ്ങനെ ചിന്തിക്കാം. അതായിരിക്കാം ഇങ്ങനെയൊക്കെ ഒരു ക്ലാരിഫിക്കേഷന്റെ കാര്യം വരുന്നത്. ചിലപ്പോ അനുഭവ സാക്ഷ്യങ്ങൾ കേൾക്കുന്നു, മാതാവിനോട് പ്രാർത്ഥിച്ചപ്പോൾ നടന്ന കാര്യങ്ങൾ. അത് കേട്ട് 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 ആ ക്രിസ്തുവിനെ കുറിച്ച് അവർ കുറച്ചായിരിക്കാം കേൾക്കുന്നത്. മാതാവിന്റെ അത്ഭുതം ലൂർദിലെ, വേളാങ്കണ്ണിയിലെ അങ്ങനെ കേട്ട് 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 അത് ഭയങ്കര കാര്യമായിട്ട് തോന്നി. യേശു ക്രിസ്തുവിനെ മറന്നുപോയി. അടിസ്ഥാനപരമായ കാര്യങ്ങളും മറന്ന് മാതാവ് ദൈവത്തിന്റെ ഒരു സ്ഥാനത്തേക്ക് മാനസികമായി കണക്കാക്കുന്ന അപൂർവം ചില മനുഷ്യരുണ്ടാകാം. അവരെ തിരുത്തുന്നതിനും കൃത്യമായ ദിശാബോധത്തിലേക്കും കൊണ്ടുവരുന്നതിന് പറയുന്നൊരു കാര്യമാണത്. അപ്പം നമുക്കൊന്ന് അതിനെക്കുറിച്ച് കൃത്യമാക്കി ഒന്ന് വൈൻഡപ്പ് ചെയ്തായതാണ് മാധ്യസ്ഥ പ്രാർത്ഥന. അത് നമ്മളും മറ്റുള്ളവർക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. ആ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനത്ത് മാതാവിന്റെ മാധ്യസ്ഥമുണ്ട്. അത് യേശുക്രിസ്തുവിനെ മാറ്റിവെച്ചുള്ളതല്ല. കാനായിലെ കല്യാണത്തെക്കുറിച്ച് നാം ഇപ്പൊ പറഞ്ഞു കേട്ടു. മാതാവിന്റെ മാധ്യസ്ഥത്തോട് സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എന്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞ് വിസമ്മതിക്കുന്ന ക്രിസ്തുവിനെ നാം ബൈബിളിലൂടെ കാണുന്നുണ്ട്. ഈ സുവിശേഷ ഭാഗത്തിലൂടെ എങ്ങനെയാണ് മാതാവിന്റെ മാധ്യസ്ഥത്തിന്റെ പ്രസക്തിയെക്കുറിച്ച് പറയുന്നത്? തീർച്ചയായിട്ടും എന്നും മാതാവിന്റെ ഇടപെടലിനെ കുറിച്ചുള്ള ഒരു വിവാദ വിഷയമായിട്ട് നിൽക്കുന്നത് ഈ കാനായിലെ കല്യാണം തന്നെയാണ്. അവിടെ നടന്ന സംസാരങ്ങളാണ് ഈശോ പറയുന്നത്. സ്ത്രീയെ എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയം ഇതുവരെ ആയിട്ടില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു, ഒന്ന് സൂക്ഷിച്ച് പരിശോധിച്ചാൽ ഇത് തന്നെയാണ്, ഈ ഭാഗം തന്നെയാണ് യഥാർത്ഥത്തിൽ നമുക്ക്
മാതാവിൻ്റെ ഇടപെടലിൻ്റെ പ്രസക്തിയായിട്ടും മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, ആ സുവിശേഷ ഭാഗത്ത് പറയുന്നത് പോലെ യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. ആ വീട്ടിലൊരു വിരുന്നും ആഘോഷവും നടന്നപ്പം മറിയത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു. രണ്ടാമതായിട്ട്, ആ വെറും ഒരു നിഷ്ക്രിയമായൊരു സാന്നിധ്യമല്ല, ആ വീട്ടിലെ കാര്യങ്ങളിലൂടെയൊക്കെ ഹൃദയം തുറന്ന് കണ്ണു തുറന്ന് നടന്നുകൊണ്ടിരുന്ന ഒരു സ്ത്രീയാണ്. ആ വീടിൻ്റെ വരാന്തയിലും മുറ്റത്തും അടുക്കളയിലും സ്വീകരണ മുറിയിലും എല്ലാം ഈ അമ്മ ഇങ്ങനെ അവിടുത്തെ ആവശ്യങ്ങൾ കണ്ട് അടുക്കിപ്പറക്കി കാര്യങ്ങളൊക്കെ അവരോടൊപ്പം നിന്ന് സഹകരിച്ച് നിൽക്കുന്നു എന്നുള്ള ഒരു ധാരണ അത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും. അവരുടെ കൂട്ടത്തിൽ ഒരാളായി നിന്നു. അപ്പോഴാണ് അവിടെ ഈ വിഷയം വരുന്നത്. അവർക്ക് വീഞ്ഞില്ല. ഇനിയാണ് യേശുക്രിസ്തുവിൻ്റെ റോളും മാതാവിൻ്റെ മാധ്യസ്ഥവും ഒക്കെ. ഇവിടെ മാതാവിന് യേശുക്രിസ്തുവിൻ്റെ മീതെയുള്ള സ്വാതന്ത്ര്യവും അവകാശവും കൂടുതൽ മനസ്സിലാക്കി തരുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്, സത്യത്തിൽ ഈ മറിയം യേശുവിനോട് പ്രാർത്ഥിക്കുന്ന പോലുമില്ല, യാചിക്കുന്ന പോലുമില്ല. ഒരു സിമ്പിൾ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഒരു ജസ്റ്റ് ആൻ ഇൻഫർമേഷൻ. മകനെ, അവർക്ക് വീഞ്ഞില്ല. ആ കോൺഫിഡൻസ് നമ്മൾ മനസ്സിലാക്കണം. യേശുക്രിസ്തുവിൻ്റെ ശ്രദ്ധയിലൊന്നത് പെടുത്തിയാൽ യേശുക്രിസ്തു അതിലേക്ക് ഇറങ്ങി വരും, അതിലിടപെടും എന്നുള്ളൊരു കോൺഫിഡൻസ് സൂചിപ്പിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് അവിടെ. യാചിച്ചുവെന്നോ പ്രാർത്ഥിച്ചുവെന്നോ പറയാതെ മറിയം അവനോട് പറഞ്ഞു. അപ്പോഴാണ് അടുത്ത വരി വരുന്നത്, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്, എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല. ഈ ഒരു സ്റ്റേറ്റ്മെന്റ് മാത്രം നമ്മൾ എടുത്തു വെച്ചുകൊണ്ട് തീർന്ന് എല്ലാം പൊളിഞ്ഞു. എന്താണ്? ഇങ്ങനത്തെ കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഈശോ പറഞ്ഞ് എനിക്ക് പറ്റത്തില്ല, എൻ്റെ സമയമായിട്ടില്ല. പക്ഷെ അവിടെ വെച്ചല്ലല്ലോ നമ്മൾ ചിന്തിക്കേണ്ടത്. എന്നിട്ട് എന്ത് സംഭവിച്ചു? ആദ്യം ഒന്ന് ചുരുക്കത്തിൽ നോക്കിയാൽ എനിക്ക് സമയമായിട്ടില്ലെന്ന് പറഞ്ഞെങ്കിലും അവസാനം മറിയം പറഞ്ഞ കാര്യത്തിലേക്ക് യേശുക്രിസ്തു വരുന്നു, വെള്ളം വീഞ്ഞാകുന്നു. ഇനി അവിടെ സംഭവിച്ച കാര്യമൊന്ന് പരിശോധിച്ചാൽ, എനിക്ക് സമയമായിട്ടില്ല എന്ന് പറയുമ്പോൾ അടുത്ത വരി മറിയം പറയുന്നത് എന്താണ്? അവൻ പറയുന്നത് ചെയ്യുവിൻ. ഇതൊന്ന് സൂക്ഷിച്ച് മനസ്സിലാക്കേണ്ട കാര്യമാണ്. പല ദൈവശാസ്ത്രജ്ഞന്മാരും ഇതിനെക്കുറിച്ച് പറയുന്നത്, അതിൻ്റെ അർത്ഥം മറിയം ആൾക്കാരോട് പറയുകയാണ്, അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു വയ്ക്കുന്നതിനൊരു തെറ്റായ ധ്വനിയുണ്ട്. അതായത് വേണമെങ്കിൽ നമുക്കിങ്ങനെ വളരെ കൊളോക്കിയലായിട്ട് ചിന്തിച്ചാൽ, ഈശോ പറഞ്ഞു, സ്ത്രീയെ, നിനക്കും എനിക്കുമെന്ത്, എനിക്ക് ഇതുവരെയും സമയമായിട്ടില്ല. അപ്പം അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ തെറ്റായി വ്യാഖ്യാനിക്കപ്പെടാവുന്ന ഒരു അർത്ഥം എന്താ? ഞാൻ പറയാനുള്ളത് പറഞ്ഞു, അവന് സമയമായിട്ടില്ലെന്ന് പറയുന്നു, ഇനി എന്താന്ന് എനിക്കറിയത്തില്ല, അവൻ പറയുന്ന പോലെ ചെയ്യുവിൻ. അങ്ങനെ അല്ല. അങ്ങനെ ചിന്തിച്ചുകൊണ്ട് അതിൽ നിന്ന് വേറൊരു പോസിറ്റീവ് ചിന്ത ഉണ്ടാക്കിയെടുക്കുന്നുണ്ട്. എന്താണെന്നറിയാവോ? മറിയം പറഞ്ഞത് യേശു പറഞ്ഞത് അനുസരിക്കുവിൻ, യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കുവിൻ എന്നാണെന്നൊക്കെ. തീർച്ചയായിട്ടും അതൊരു സെക്കൻഡ് മീനിങ് ആയിട്ട് എടുക്കാവുന്നതാണ്. ആദ്യത്തേത് എന്താണ്? എനിക്ക് സമയമായിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ആ പ്രശ്നത്തിൽ നിന്ന് തലയൂരിപ്പോകുന്ന ഒരു മറിയവോ കൈകഴുകി മാറുന്ന മറിയവോ അല്ല. മറിച്ച് അടുത്ത വരി ശ്രദ്ധിച്ചാൽ, അടുത്ത വരി മറിയം പറയുന്നു, അവൻ പറയുന്നത് ചെയ്യുവിൻ. ഇതാരോടാ പറഞ്ഞതെന്ന് മനസ്സിലാകുമ്പോഴാണ് അതിൻ്റെ പ്രസക്തി മനസ്സിലാകുന്നത്. അവിടെ നിൽക്കുന്ന ആൾക്കൂട്ടത്തെ നോക്കി കൈമലർത്തി പറയുകയല്ല, ഞാൻ പറയാനുള്ളത് പറഞ്ഞു, ഇനി അവൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ ചെയ്യുവിനെന്നല്ല. അടുത്ത വരി കൃത്യമായിട്ട് എഴുതിയിരിക്കുന്നത്, മറിയം പരിചാരകരോട് പറഞ്ഞു. ശ്രദ്ധിക്കുക, പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുവിൻ. ഈ പരിചാരകർ എന്ന് പറഞ്ഞ ആരാണ്? ആ വീഞ്ഞ് വിളമ്പി കൊടുക്കാൻ നിൽക്കുന്ന ജോലിക്കാർ, അവരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ പരിചാരകരോട് പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുവിൻ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഞാൻ അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോ എനിക്ക് സമയമായിട്ടില്ല എന്ന് അവൻ പറഞ്ഞെങ്കിലും നിങ്ങൾ തയ്യാറായി നിൽക്കുക, അവൻ ചെയ്യും. അല്ലാതെ ആൾക്കൂട്ടത്തോടല്ല പറഞ്ഞത്, പരിചാരകരോടാ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ യു ഗെറ്റ് റെഡി, ബി റെഡി ആൻഡ് ഹീസ് റെഡി. കാര്യം എനിക്ക് സമയമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞു, പക്ഷെ ഹീസ് റെഡി. അത്രയ്ക്ക് ഉറപ്പാണ് അമ്മയ്ക്ക്, അവനത് ചെയ്യും. നിങ്ങൾ തയ്യാറായിക്കൊള്ളുക. ആ വ്യത്യാസം മനസ്സിലായില്ലേ? ഇത് ആൾക്കൂട്ടത്തോട് പറഞ്ഞൊഴിഞ്ഞതല്ല, ഇത് ഉത്തരവാദിത്തപ്പെട്ടവരോട്, ഈ വീഞ്ഞ് കൊടുക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവരോട് പറയുകയാണ്, അവൻ പറയുന്നത് ചെയ്യുവിൻ. അപ്പൊ അവർ തയ്യാറായി, അവർക്കും മനസ്സിലായി കാര്യം നടക്കും. കാരണം
അമ്മ പറഞ്ഞു മകൻ ചെയ്യും. അടുത്ത സീൻ എന്താ കാണുന്നത്? ഈശോ പറയുന്നു, നിങ്ങൾ ആ കൽഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ. അവർ അത് വക്കോളം കോരി നിറച്ചു. ആ വെള്ളം വീഞ്ഞായി മാറി. എന്നിട്ട് എങ്ങനെയാണ്? സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്, എൻ്റെ സമയമായിട്ടില്ല. ആ ഒരു വരി പറഞ്ഞതുകൊണ്ട് മറിയത്തിൻ്റെ ആ ഇടപെടലിന് വലിയ പ്രസക്തിയില്ല. മറിയത്തിന് പ്രസക്തിയില്ല എന്നൊക്കെ പറയണമെങ്കിൽ അത് തികച്ചും ബുദ്ധിശൂന്യമായ, അല്ലെങ്കിൽ അത്ര സൂക്ഷ്മതയോടെ കാണാത്തത് കൊണ്ട് മാത്രം പറയുന്നൊരു കാര്യമാണ്. അവിടെ കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് മറിയത്തിൻ്റെ ഇടപെടലിൻ്റെ ശക്തിയും പ്രസക്തിയും തന്നെയാണ്. മാതാവ് ഒരുപാട് ദൂരമൊന്നും സഞ്ചരിച്ചിട്ടില്ല, എങ്ങും സുവിശേഷം പ്രഘോഷിച്ചിട്ടുമില്ല. അപ്പോൾ മാതാവിന്റെ ഈ പ്രേക്ഷിത ദൗത്യത്തെ നാം എങ്ങനെയാണ് കണക്കാക്കേണ്ടത്? നമ്മൾ ഒരുപാട് വചനപ്രഘോഷകരും പ്രേക്ഷിത വര്യന്മാരും ഒക്കെയുള്ള ഒരു നാട്ടിൽ നിന്നാണ് മാതാവിനെ കുറിച്ച് ചിന്തിക്കുന്നത്. അതുകൊണ്ടാണ് തീർച്ചയായിട്ടും ഇങ്ങനൊരു നല്ല ചോദ്യം വന്നിരിക്കുന്നത്. എല്ലാത്തിൻ്റെയൊക്കെ തുടക്കക്കാരിയായ മറിയം പക്ഷെ എങ്ങും അധിക ദൂരം യാത്ര ചെയ്തിട്ടില്ല, ഒരിടത്തും സുവിശേഷം പ്രസംഗിച്ചിട്ടില്ല. അപ്പോൾ ഈ മാതാവിൻ്റെ പ്രേക്ഷിത ദൗത്യം എങ്ങനെ മനസ്സിലാക്കണമെന്നുള്ളൊരു സ്വാഭാവികമായ, എന്നാൽ വളരെ ബുദ്ധിപരമായ ഒരു ചോദ്യമാണ്. ഇത് നമ്മുടെ ജീവിതത്തോട് വളരെ ചേർന്ന് നിൽക്കുന്നതാണ്. കാരണം നമ്മൾ ഈ കാണുന്ന ഭൂരിഭാഗം മനുഷ്യരും, പുരുഷനായാലും സ്ത്രീ ആണെങ്കിലും, മാതാവിനെ കണക്കാണ്, പരിശുദ്ധ മറിയത്തെ കണക്കാണ്. കാരണം എല്ലാവർക്കും അവരവരുടെ വീടുകളിൽ ജോലിയില്ലേ, അല്ലെങ്കിൽ അവർ തൊഴിലിടത്ത് രാവിലെ പോയി വൈകുന്നേരം വരെ ജോലി ചെയ്യല്ലേ. ഇതിൽ എത്ര പേരാണ്? വളരെ കുറച്ച് പേരല്ലേ സുവിശേഷ പ്രഘോഷണവുമായിട്ടൊക്കെ നടക്കുന്നത്. കൂടുതൽ പേരും അവരവരുടെ വീട്, അവരുടെ കൊച്ചു സൗഹൃദങ്ങൾ, നമ്മൾ വായിച്ച കണക്ക് കാനായിലെ കല്യാണം പോലെ, ബന്ധുക്കളുടെ കല്യാണം, മാമോദീസ, ഇങ്ങനെയൊക്കെയുള്ള നാട്ടുംപുറത്തൂടെയൊക്കെ ഉള്ള സഞ്ചാരങ്ങളും ആ കാര്യങ്ങളും ഒക്കെ അല്ലേ. അപ്പം ഇതിനകത്ത് എങ്ങനെയാണ് ഒരു പ്രേക്ഷിത ദൗത്യം? സത്യത്തിൽ നമ്മുടെ ഈ കാലഘട്ടത്തിൽ എന്നല്ല, എല്ലാ കാലഘട്ടത്തിലും ആവശ്യമായൊരു പ്രേക്ഷിത ദൗത്യത്തിൻ്റെ ഒരു നിർണായകമായ കാര്യം ഇവിടെ കിടപ്പുണ്ട്. അത് നമുക്ക് ഒരു ഉദാഹരണം എടുത്താൽ, നമ്മൾ ഈ കാനായിലെ കല്യാണത്തിനെ കുറിച്ചൊക്കെ കേട്ടല്ലോ. ഒരു സമൂഹത്തിൽ ചെല്ലുമ്പോൾ എങ്ങനെയാണ് അവരുടെ ഹൃദയം മനസ്സിലാക്കുന്നത്, അവരുടെ ആവശ്യങ്ങളിലേക്ക് ചെല്ലുന്നത്, അവിടെ എന്തൊക്കെ നമുക്ക് സഹായം ചെയ്യാമെന്നുള്ളൊരു കാര്യമൊക്കെ മറിയത്തിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ നിർണായകമായ കാര്യമായിരുന്നു. അവിടെ വെള്ളം വീഞ്ഞായി മാറിയത് ഒരു വലിയ സംഭവമാണ്. ദൈവത്തിൻ്റെ കരം അവിടെ തെളിഞ്ഞു. കുറച്ചും കൂടെ മനസ്സിലാക്കാൻ നമുക്ക് മറിയത്തിൻ്റെ ജീവിതത്തിലെ അതിസാധാരണമായ ഒരു കാര്യം ചിന്തിക്കാം. നമ്മൾ വായിക്കുന്നത് മറിയം തിടുക്കത്തിൽ മലമ്പ്രദേശത്തേക്ക് പോയി. കാരണം ആ മറിയത്തിൻ്റെ ചാർച്ചക്കാരിയായിരുന്ന എലിസബത്ത് ഗർഭിണിയാണെന്നറിഞ്ഞപ്പം ശുശ്രൂഷകൾക്ക് പോയതാ. സ്വാഭാവികമായിട്ടും ആ ഒരു സ്ത്രീക്ക് ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ നമുക്കറിയാം, അവിടെ ചെന്ന് വേണ്ട സഹായങ്ങൾ ചെയ്യുക. ഒരുപക്ഷെ ഈ സ്ത്രീക്ക് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത്യാവശ്യം വീട്ടിലെ ജോലിയൊക്കെ ചെയ്യുക, ആ കുളിക്കാൻ വെള്ളം ചൂടാക്കി കൊടുക്കുക, ഇത്തിരി മരുന്നുണ്ടാക്കി കൊടുക്കുക. ഇതൊക്കെയാണല്ലോ ലോകത്തുള്ള എല്ലാ മനുഷ്യരും പല സാഹചര്യങ്ങളിൽ ചെയ്യുന്നത്. പക്ഷേ മറിയത്തിൻ്റെ പ്രേക്ഷിത ദൗത്യം എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ അവിടെ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം. ഈ സാധാരണമായ കാര്യത്തിൽ ഒരു അസാധാരണമായൊരു സംഭവം ഉണ്ടാകുന്നു. അതായത് നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: മറിയം എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പ്രവേശിച്ചു. മറിയത്തിൻ്റെ അഭിവാദന സ്വരം കേട്ടപ്പോൾ എലിസബത്തും ഉദരത്തിലെ ശിശുവും പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. അതാണ് മറിയത്തിൻ്റെ ആത്മീയ ശുശ്രൂഷ. ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ മറിയത്തെ കണ്ടപ്പോൾ നമസ്കാരം എന്ന് പറഞ്ഞപ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന പോലെ ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഹലോ അല്ലെങ്കിൽ സുഖമാണോ എന്നൊന്ന് ചോദിച്ചു, ഒന്ന് സന്ദർശിച്ചു. ആ സന്ദർശനം കൊണ്ട് ആ വീട്ടിലുണ്ടായിരുന്നവർ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു, അതിൻ്റെ ആനന്ദം അനുഭവിച്ചു. അപ്പം മറിയത്തിൻ്റെ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമായ ശുശ്രൂഷയല്ല. തീർച്ചയായിട്ടും അതിനുശേഷം ഈ മറിയം ആ വീട്ടിൽ എലിസബത്തിന് ആവശ്യമായ സാധാരണ ഏതൊരാളും ചെയ്തു കൊടുക്കുന്ന ശുശ്രൂഷകളൊക്കെ ചെയ്തു കൊടുത്തിട്ടുണ്ടാകും. പക്ഷെ അതിനു മുമ്പേ തന്നെ ദൈവത്തിൻ്റെ ആത്മാവിനെ പ്രദാനം ചെയ്തു. ഇതിനെ വേണമെങ്കിൽ സാന്നിധ്യത്തിൻ്റെ സുവിശേഷം എന്ന് പറയാം.
നമ്മുടെ സാന്നിധ്യം കൊണ്ട് നമ്മൾ നൽകുന്നത്. ഒരു സ്റ്റേജിൽ കയറി നിന്ന് പ്രസംഗിച്ചില്ല, ഒരു മൈക്കിലൂടെ പ്രസംഗിച്ചില്ല, പക്ഷേ ഈ മറിയത്തിന്റെ സാന്നിധ്യം ആത്മാവിന്, ദൈവത്തിന്റെ ആത്മാവിനെ നൽകി. തീർച്ചയായിട്ടും നമുക്ക് ഇങ്ങനൊരു ശുശ്രൂഷ ചെയ്യാനുണ്ട്. നമ്മുടെ സാന്നിധ്യം, നമ്മൾ പലരെയും സഹായിക്കാൻ പോകുമ്പോൾ ആ ചെറിയ സഹായമല്ല, അതിനുമുപരി നമ്മുടെ സാന്നിധ്യം അവർക്കൊരു ദൈവിക സ്പർശനം നൽകണം എന്നൊരു ശുശ്രൂഷയിലേക്കാണ് മറിയം നമ്മളെ വിളിക്കുന്നത്. അപ്പൊ അതിന് ഈ മറിയത്തിന് ഇതിന് പിന്നിലൊരു ജീവിതം ഉണ്ടായിരുന്നിരിക്കണം, അല്ലേ? ദൈവവുമായിട്ട് ഒന്നായിരിക്കുന്ന, ദൈവാനുഭവത്തിലായിരിക്കുന്ന, ദൈവത്തിന്റെ പ്രസരിപ്പുള്ള, അടിമുടി ദൈവാത്മാവിനാൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ത്രീ. ആ സ്ത്രീയുടെ സാന്നിധ്യം മതി, ഒരു സന്ദർശനം. നമ്മൾ ലളിതമായിട്ട് ചിന്തിച്ചാൽ മതി. നമ്മളൊക്കെ അല്ലെങ്കിൽ നാട്ടുകാരൊക്കെ ഓരോ ആൾക്കൂട്ടത്തിലൊക്കെ സന്ദർശിച്ചിട്ട് അവിടെ ചെന്ന് അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞ് വലിയ അടിയായി, ഒരു കല്യാണ വീടൊക്കെ അടിയായി മാറി. എന്തൊക്കെയാ കഥകളാണ് കേൾക്കുന്നത്. ഇത് തിരിച്ചാണ്. ആ സന്ദർശനം എല്ലാ പ്രശ്നങ്ങളെയും ദൂരീകരിക്കും. ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു മിനിസ്ട്രി അല്ലേ? ഇത് നടന്നില്ലെങ്കിൽ ബാക്കിയുള്ളതൊക്കെ നടന്നിട്ട് എന്ത് കാര്യം? സ്റ്റേജിൽ നിന്ന് പ്രസംഗിക്കാനൊക്കെ എളുപ്പമാണ്, പക്ഷേ ഈ പ്രസംഗിക്കുന്ന എല്ലാവരുടെയും സാന്നിധ്യം കൂടെ നിൽക്കുന്ന ആൾക്ക് സാന്ത്വനം നൽകുമോ? ഈശോ പറഞ്ഞ അതല്ലേ, ഈ സ്റ്റേജിലെ പ്രസംഗവും പള്ളിപ്രസംഗവും ഒക്കെ അവിടെ നിൽക്കട്ടെ, നിങ്ങളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ആ വീട്ടിലുള്ളവർക്ക് സമാധാനം ആശംസിക്കും. അതൊരു വലിയ സുവിശേഷ ദൗത്യമാണ്. നമ്മുടെ സാന്നിധ്യം അവർക്ക് സമാധാനവും സന്തോഷവും നൽകണം. ഒന്ന് ഒരു പടി കൂടെ കടന്നു ചിന്തിച്ചാലോ, നിങ്ങളൊരു വീട്ടിൽ ജീവിക്കുന്നു, ഭാര്യയും ഭർത്താവും ഒക്കെ ആയിട്ട്. ഒരാൾ വീട്ടിലോട്ട് ചെല്ലുമ്പോൾ മറ്റൊരു വീട്ടിൽ ചെന്നാൽ തന്നെ സമാധാനം കൊടുക്കണമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ മറ്റൊരു വീട്ടിലല്ല, സ്വന്തം വീട്ടിൽ ജീവിച്ചിട്ട് പോലും കൂടെ ജീവിക്കുന്നവർക്ക് സമാധാനം കൊടുക്കുന്നുണ്ടോ? നിങ്ങളുടെ ഭാര്യ നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നത്? ഭർത്താവ് നിങ്ങളെക്കുറിച്ച് പറയുന്നത് എന്താണ്? അപ്പൻ വീട്ടിലില്ലെങ്കിൽ അപ്പോഴാണോ മക്കൾക്ക് സമാധാനം? ഒരു ടീച്ചർ ക്ലാസ്സിൽ വരാത്തപ്പോഴാണോ കുട്ടികൾക്ക് സമാധാനം? വരുമ്പോൾ സമാധാനം ഉണ്ടാകുമോ? ഇതല്ലേ എല്ലാ ചുറ്റുപാടുകളെയും സ്വർഗീയമാക്കുന്ന ഒരു സാന്നിധ്യത്തിന്റെ സുവിശേഷം? ഇതില്ലാതെ മറ്റെന്ത് സുവിശേഷ പ്രഘോഷണമാണ്? അപ്പം മറിയം എന്ന് പറയുന്ന സ്ത്രീ നമ്മളെ പഠിപ്പിച്ചത് ചില്ലറ കാര്യങ്ങളൊന്നുമല്ല. ഈ മറിയം ജീവിച്ച ജീവിതവും അതിൻ്റെ സാന്നിധ്യത്തിൻ്റെ സുവിശേഷവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ നമ്മുടെ ഹൃദയത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടേണ്ടത് തന്നെയാണ്.